കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളോടെ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഡോട്ട്സ് അക്കാഡമിയുടെ Q&A സെഷൻ ഇവിടെ തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. In which state Madrasa Education Board has proposed making Sanskrit a compulsory subject in 416 madrasas? സോ 416 മദ്രസാസിൽ സാൻസ്ക്രിറ്റ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിൻ്റെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് എന്നാണ് ചോദ്യം. ഏത് സ്റ്റേറ്റാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡാണ് ഇങ്ങനെ സാൻസ്ക്രിറ്റ് കമ്പൽസറി ആക്കുന്നത്. സോ ദ ഉത്തരാഖണ്ഡ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഹാസ് പ്രപ്പോസ്ഡ് മേക്കിംഗ് സാൻസ്ക്രിറ്റ് എ മാൻഡേറ്ററി സബ്ജക്റ്റ് ഇൻ 416 മദ്രസാസ്. ഇത് കൂടാതെ കമ്പ്യൂട്ടർ സ്റ്റഡീസ് ആർ ഓൾസോ ബീയിങ് കൺസിഡേർഡ് ഫോർ ഇൻക്ലൂഷൻ. ബീയിങ് കൺസിഡേർഡ് ആണ്, നോട്ട് യെറ്റ് കൺസിഡേർഡ്. To enhance the academic offerings for madrasa students, the board has already introduced NCERT syllabus in madrasa. So already NCERT syllabus konduvannu. Now Sanskritum compulsory ആക്കാൻ പോവുകയാണ്. Okay, now coming to the second question, who was appointed as the chairman of Tata Trust? Tata Trustന്റെ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആക്കിയിരിക്കുന്നത്. ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ഓൾ ദി ട്രസ്റ്റ് ദറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ടാറ്റ ട്രസ്റ്റ് ആൻഡ് ഓൾസോ ഡെസിഗ്നേറ്റഡ് ചെയർമാൻ. ടാറ്റ ട്രസ്റ്റിൻ്റെ ഡെസിഗ്നേറ്റഡ് ചെയർമാനാണ്. ടാറ്റ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ഫിലാന്ത്രോപ്പിക് വിങ് ആണ് ടാറ്റ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൂ ഈസ് ദി നാഷണൽ ബ്രാൻഡ് അംബാസഡർ ഓഫ് ദി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ? ഇത് നമ്മൾ എവിടെയോ കണ്ടില്ലേ, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മെറ്റയും ഏതാനും മിനിസ്ട്രിയും ചേർന്ന് കഴിഞ്ഞിട്ട് സ്കാം സെ ബച്ചോ ഓർക്കുന്നില്ലേ? സോ അതുതന്നെയാണ്, അവിടെയാണ് നമ്മളിത് കണ്ടത്, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? നാഷണൽ ബ്രാൻഡ് അംബാസഡർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? രശ്മിക മണ്ഡന. ഓക്കെ, സോ അവരാണ് ദി ആക്ട്രസ്. ഓക്കെ, അവരാണ് എന്താണ് ബ്രാൻഡ് അംബാസഡർ ഓഫ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററിൻ്റെ. സോ I4C എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ ഈസ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ടു ഡീൽ വിത്ത് വാട്ട്? സൈബർ ക്രൈം ഇൻ ദി കൺട്രി. നാലാമത്തെ ചോദ്യം, ഹൂ ഹാസ് വൺ ദി പ്രസ്റ്റീജിയസ് ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ IAF വേൾഡ് സ്പേസ് അവാർഡ്? സോ ഈ വേൾഡ് സ്പേസ് അവാർഡ്, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ ഫെഡറേഷൻ IAFൻ്റെ വേൾഡ് സ്പേസ് അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഒന്ന് ഗസ് ചെയ്യാമോ? നമുക്ക് ഗസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആരാണ്? ഡോക്ടർ എസ് സോംനാഥ്. ഡോക്ടർ എസ് സോംനാഥ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചെയർമാൻ ഓഫ് ISRO ആൻഡ് ഓൾസോ സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. ദി അവാർഡ് ഈസ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ISRO സക്സസ്ഫുൾ ചന്ദ്രയാൻ 3 മിഷൻ. സോ ചന്ദ്രയാൻ 3 മിഷൻ്റെ റെക്കഗ്നിഷനാണ് ഈ പറയുന്ന IAF വേൾഡ് സ്പേസ് അവാർഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മിഷൻ ലോഞ്ച്ഡ് ബൈ ദ സ്പേസ് സ്റ്റാർട്ടപ്പ് സ്പേസ് കിഡ്സ് ഇന്ത്യ എയിംഡ് അറ്റ് ട്രെയിനിങ് 12,000 ഗേൾസ് ഇൻ സ്പേസ് ടെക്നോളജി. സോ 12,000 ഗേൾസിന് സ്പേസ് ടെക്നോളജിയിൽ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ മിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ മിഷൻ. അതിൻ്റെ മിഷൻ എന്താണ്? ആ മിഷൻ്റെ പേരാണ് ശക്തി സാറ്റ് മിഷൻ. സോ ശക്തി സാറ്റ് മിഷൻ്റെ ഉദ്ദേശം എന്താണ്? ട്രെയിനിങ് 12,000 ഗേൾസ് അക്രോസ് 108 കൺട്രീസ്. 108 രാജ്യങ്ങളിലാണ് 12,000 ഗേൾസിന് ട്രെയിൻ ചെയ്തെടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ടപ്പിൻ്റെ പേര് ഓർക്കുക, സ്പേസ് കിഡ്സ് ഇന്ത്യ എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പിൻ്റെ പേര്. ആൻഡ് എന്താണ് എയിം ചെയ്യുന്നത്? എയിമിംഗ് ഫോർ എ സാറ്റലൈറ്റ് ലോഞ്ച് അണ്ടർ ISRO's ചന്ദ്രയാൻ 4 മിഷൻ. സോ ചന്ദ്രയാൻ 4 മിഷൻ ആകുമ്പോഴേക്കും ഒരു സാറ്റലൈറ്റ് ലോഞ്ച് നടത്താം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ 12,000 ഗേൾസിന് 108 കൺട്രീസിൽ സ്റ്റാർട്ടപ്പിൻ്റെ പേര് സ്പേസ് കിഡ്സ് ഇന്ത്യ ശക്തി സാറ്റ് മിഷനിലൂടെ നടത്താൻ പോകുന്നത്. റൈറ്റ്, നൗ കമ്മിങ് ടു ദി 6th ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്ര ഹാസ് ഡിക്ലെയർഡ് ടു സെലിബ്രേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് VD സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ ആസ്. സോ ബർത്ത് ആനിവേഴ്സറി എന്തായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്? എന്ത് പേരിലാണ് ആഘോഷിക്കാൻ പോകുന്നത്? VD സവർക്കറിൻ്റെ സ്വാതന്ത്ര്യ വീർ ഗൗരവ് ദിൻ, സ്വാതന്ത്ര്യ വീർ ഗൗരവ് ദിൻ എന്നാണ് VD സവർക്കറിൻ്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്ര ആൻഡ് VD സവർക്കറിൻ്റെ ഫോർമേഷൻ ആയിരുന്നു, ഓർഗനൈസേഷൻ ആയിരുന്നു ഏതാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി. റൈറ്റ്, നൗ 7th question. Which frog species was recently named after the Siju cave system of Meghalaya?
സോ ഇതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫ്രോഗ് സ്പീഷീസിൻ്റെ പേരാണ് ചോദിച്ചതെങ്കിലും സിജു കേവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എവിടെയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ ഇതൊരു ചോദ്യമാണ് അല്ലേ. സോ സിജു കേവ് സിസ്റ്റം എവിടെയാണ്? മേഘാലയയിലാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫ്രോഗ് സ്പീഷീസിൻ്റെ പേരെന്താണ്? അമലോപ്പസ് സിജു. അപ്പോൾ സിജു കേവിൻ്റെ പേര് തന്നെയാണ് ആ ഫ്രോഗിനും പേരിട്ടിരിക്കുന്നത്, അമലോപ്സ് സിജു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിജു കേവ്സ് എന്നാണ് ഈ ഒരു ഫ്രോഗ് സ്പീഷീസിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ്? റിസർച്ചേഴ്സ് ഫ്രം ദി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ റിസർച്ചേഴ്സാണ്. ദേ മെയ്ഡ് ദ ഡിസ്കവറി ഫ്രം ദി സിജു കേവ് ഇൻ ദി സൗത്ത് ഗാരോ ഹിൽസ് ഡിസ്ട്രിക്റ്റ് ഓഫ് മേഘാലയ. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിജു കേവ് സിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘാലയയിലെ സൗത്ത് ഗാരോ ഹിൽസിനാണ് സിജു സിസ്റ്റം വരുന്നത്, സിജു കേവ് സിസ്റ്റം വരുന്നത്. ആൻഡ് ദേ നെയിംഡ് ദ ന്യൂ സ്പീഷീസ് ആഫ്റ്റർ ദി കേവ് where the discovery was made. ഈ സിജു കേവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇതൊരു 4 കിലോമീറ്റർ ലോങ് നാച്ചുറൽ ലൈംസ്റ്റോൺ കേവ് ആണ്. ഓക്കെ, മേഘാലയയിൽ ഒരുപാട് ലൈംസ്റ്റോൺ കേവ്സ് ഉണ്ട്. അതിലൊന്ന് സിജു കേവ്സ് ആണ്. ദറ്റ് ഈസ് 4 കിലോമീറ്റർ ലോങ് ആണ്. നാച്ചുറൽ ഓൾസോ, നാച്ചുറൽ ലൈംസ്റ്റോൺ കേവ്. ഓക്കെ, നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇനീഷ്യേറ്റഡ് എ പ്രോജക്റ്റ് നെയിംഡ് സഞ്ജീവനി. സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? വാട്ട് ഇസ് ദി എയിം? To uplift the livelihood of small dairy farmers and livestock owners. So small dairy farmersൻ്റെയും livestock ഓണേഴ്സിൻ്റെയും ലൈവ്ലിഹുഡ് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയാണ്? സഞ്ജീവനി എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഓക്കെ, സഞ്ജീവനി ദി പ്രോജക്റ്റ് launched in Himachal Pradesh and it will provide farmers convenient and quality care for livestock at their doorsteps. Incorporating telemedicine technology എല്ലാം കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? ഡയറി ഫാമേഴ്സിനാണ്, സ്മോൾ ഡയറി ഫാമേഴ്സിനും അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഓണേഴ്സിനുമാണ്. ആൻഡ് കൊളാബറേഷൻ വാസ് സൈൻഡ് ബൈ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ്. അതായത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറിയാണ് ഈ ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ് എന്നുള്ളത്. ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പം ഇതും അതേപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കൊളാബറേഷനാണ് സഞ്ജീവനി സ്കീം. എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റേറ്റും കൂടി നേരത്തെ കണ്ടു. അതേതാണ്? അത് ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡ്, അത് മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആസ് പെർ ന്യൂ റിപ്പോർട്ട് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹൗ മെനി നാഷണൽ പാർട്ടീസ് ആർ ദെയർ ഇൻ ഇന്ത്യ? എത്ര നാഷണൽ പാർട്ടീസാണുള്ളത്? നമുക്ക് 6 നാഷണൽ പാർട്ടീസാണുള്ളത്. 6 നാഷണൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? AAP, BSP, BJP, കോൺഗ്രസ്, CPIM. ഓക്കെ, CPI മാർക്സിസ്റ്റ്. ആൻഡ് ദെൻ നാഷണൽ പീപ്പിൾസ് പാർട്ടി, ദാറ്റ് ഈസ് NPP. NPPയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് നാഷണൽ പാർട്ടി ഫ്രം ദി നോർത്ത് ഈസ്റ്റ് റീജിയൻ. നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്ന് വരുന്ന ആദ്യത്തെ നാഷണൽ പാർട്ടിയാണ് ഈ NPP എന്ന് പറയുന്നത്. എന്താണ് ഈ എന്ത് ഗുണമാണുള്ളത് ഒരു നാഷണൽ പാർട്ടി ആയതുകൊണ്ട്? എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? ഇഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഫുൾഫിൽസ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ ഓർ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ബൈ ദി ECI ആൻഡ് ദാറ്റ് ഈസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് എൻജോയ്സ് പ്രിവിലേജസ് സച്ച് ആസ്. എന്തൊക്കെ പ്രിവിലേജസ് ആണ് കിട്ടുന്നത്? റിസർവ്ഡ് പാർട്ടി സിമ്പൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ടൈം ഓൺ സ്റ്റേറ്റ് റൺ ടെലിവിഷൻ ആൻഡ് റേഡിയോ. അതായത് ഓൾ ഇന്ത്യ റേഡിയോ പോലെയുള്ള അതല്ലെങ്കിൽ നാഷണൽ ടെലിവിഷനിലൊക്കെ തന്നെ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ടൈം കിട്ടുന്നുണ്ട്. ആൻഡ് കൺസൾട്ടേഷൻ ഇൻ ദ സെറ്റിംഗ് ഓഫ് ഇലക്ഷൻ ഡേറ്റ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാർട്ടീസിനെയൊക്കെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളേറെയാണ് ഒരു നാഷണൽ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ 6 നാഷണൽ പാർട്ടീസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ചില പ്രോമിനൻറ്റ് പാർട്ടീസ് നമുക്ക് ഇതിനകത്ത് പേര് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, 6 നാഷണൽ പാർട്ടീസ്. Now coming to the last question, which river in Kerala has been rejuvenated through public participation and government. So public participation ഉം ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ട് കേരളത്തിലെ ഏതോ റിവറിനെ റീജുവനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനകത്ത് എന്തോ അത് അത്യാവശ്യം പിന്നെ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുണ്ടായിരുന്ന ഒരു റിവറാണ്. അതിനെ ഒന്ന് റീജുവനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിവറിൻ്റെ പേരെന്താണ്? കുട്ടമ്പേരൂർ റിവറാണ്. എവിടെയാണ്? ആലപ്പുഴയിലുള്ള കുട്ടമ്പേരൂർ റിവർ. കുട്ടമ്പേരൂർ റിവർ എന്ന് പറയുന്നത് പമ്പ അച്ചൻകോയിൽ റിവേഴ്സിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ട്രിബ്യൂട്ടറി ഓഫ് പമ്പ ആൻഡ് അച്ചൻകോയിൽ റിവേഴ്സ് ഹാഡ് ഡൈഡ് എ സ്ലോ ഡെത്ത് അറൗണ്ട് 2005. സോ 2005 ആകുമ്പോഴേക്കൊരു സ്ലോ ഡെത്ത് നടന്നു എന്നാണ് പറയുന്നത്. എന്താ കാര്യം? വേസ്റ്റ് ഡംപിങ്, എൻക്രോച്ച്മെൻറ്റ്സ് ആൻഡ് അതർ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, വേസ്റ്റ് ഡംപിങ്
അറിയാലോ അല്ലേ, റിവേഴ്സ് കാണുമ്പോൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്ലോ ഡെത്ത് ഉണ്ടായ ഒരു റിവറാണ് കുട്ടമ്പെരൂർ റിവർ. അതിനെ റീജുവനേറ്റ് ചെയ്തു. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഗവൺമെൻറ്റും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്